നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ സ്ഥാനാർത്ഥികളാകും, എവിടെയൊക്കെ സ്ഥാനാർത്ഥികളാകും എന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട്, സ്ത്രീ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് പറയേണ്ട ഒരു പേരാണ് രാഹുൽ ഈശ്വർ എന്നുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 16 ദിവസത്തോളം ജയിലിൽ കിടന്ന വ്യക്തി കൂടിയാണ് രാഹുൽ ഈശ്വർ. അപ്പോൾ അദ്ദേഹം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ? മേഘ, നമ്മൾ ഇതിനു മുമ്പ് രാഹുൽ ഈശ്വറിന്റെ വിഷയം തന്നെ നമ്മൾ ഇതിനു മുമ്പ് ഇതുപോലെ ഒരു മുഖാമുഖം ഇരുന്നു കൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ മേഘയോട് പറഞ്ഞിരുന്നു, മേഘയോടാണോ പറഞ്ഞത് എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞിരുന്നു രാഹുൽ ഈശ്വറിനെ കൃത്യമായിട്ടും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്, തെരഞ്ഞെടുപ്പ് രംഗത്ത്, ഈ പ്രചാരണ രംഗത്ത് സർക്കാരിനെതിരെ വലിയ തോതിലുള്ള പൊതുജന വികാരം രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന രാഹുൽ ഈശ്വർ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിയുന്നത് വരെ അകത്ത് കിടക്കണം എന്നുള്ളത് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനമായിരുന്നു. അത് കേവലം അതിജീവിതയുടെ ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ 16 ദിവസം രാഹുൽ ഈശ്വറിനെ ജയിലിലിട്ടതല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും, ഓരോരോ കാര്യങ്ങൾ എണ്ണി അക്കമിട്ട് പറഞ്ഞത് മുഴുവൻ പോയിക്കൊണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ചങ്കിലോ നെഞ്ചിലോ ആണ്. പിണറായിയുടെ നെഞ്ചിലാണ് സത്യത്തിൽ പറഞ്ഞാൽ പോയിക്കൊണ്ടത്. കാരണം സിസ്റ്റം ഒരു ചെറുപ്പക്കാരനെ വേട്ടയാടുന്നു എന്നാണ് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ രാഹുൽ ഈശ്വർ പറഞ്ഞുകൊണ്ടിരുന്നത്. സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആരാണ്? സിസ്റ്റം എന്ന് പറഞ്ഞാൽ പോലീസാണ്. സിസ്റ്റം എന്ന് പറഞ്ഞാൽ, പോലീസ് എന്ന് പറയുമ്പോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സർക്കാരാണ്, ആഭ്യന്തര വകുപ്പാണ്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? മുഖ്യമന്ത്രിയാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനം, സർക്കാർ സംവിധാനം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിൽ ഒരു പരാതി നേരിട്ട് മുഖ്യമന്ത്രി എന്ന് സ്വീകരിക്കുന്നു. അതും തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത്ര വലിയ വിവാദമായ കേസ് എന്ന നിലയിൽ മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്നു. ഒരു ചെറുപ്പക്കാരന്റെ കരിയർ ഇല്ലാതാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇവരെല്ലാം ചേർന്ന് കളിക്കുന്നു. അതിൽ സർക്കാരിന് കൃത്യമായ പങ്കുണ്ട്, അല്ലെങ്കിൽ നേരിട്ട് സർക്കാരിന് പങ്കുണ്ട് എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും ഇതിന്റെ എല്ലാം ഉത്തരവാദിത്തം സർക്കാരിനാണല്ലോ. ആരാണ് കെയർ ടേക്കർ, അല്ലെങ്കിൽ ആരാണ് ഇതിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത്? അത് ഈ സിസ്റ്റം എന്ന് പറയുമ്പോൾ സർക്കാരാണ്. അപ്പൊ സർക്കാരിനും പിണറായി വിജയനുമെതിരായ നിരന്തരമായ ആക്ഷേപങ്ങളായി, പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും പരോക്ഷമായും രാഹുൽ ഈശ്വറിന്റെ വാദങ്ങൾ ഇങ്ങനെ ചെന്ന് കൊണ്ടുകൊണ്ടേയിരുന്നു. രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞാൽ ആരാണ്? രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മറ്റേതെങ്കിലും രാഷ്ട്രീയക്കാരൻ, ഇപ്പൊ രാഷ്ട്രീയക്കാരുമായി നമ്മൾ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ, മേഘ സോഷ്യൽ മീഡിയയിലേക്ക് കയറി നോക്കൂ. ഇൻസ്റ്റഗ്രാമിൽ രാഹുൽ ഈശ്വറിനോ ഓളം ഫോളോവേഴ്സ് ഉള്ള ഏതെങ്കിലും രാഷ്ട്രീയക്കാരനുണ്ടോ? എനിക്ക് തോന്നുന്നു ഷാഫി പറമ്പിലിന് പോലും ഇല്ല, അല്ലെങ്കിൽ എം സ്വരാജിനോ മറ്റേതെങ്കിലും യുവ രാഷ്ട്രീയ നേതാക്കൾക്കില്ല. സിനിമാ താരങ്ങൾക്കുള്ള പോലെ ഉള്ള ഫോളോവേഴ്സ് ആണ് ഇൻസ്റ്റഗ്രാമിൽ രാഹുൽ ഈശ്വറിന്. ഇനി ഫേസ്ബുക്കിലേക്ക് വന്നാലും എനിക്ക് തോന്നുന്നു എത്രയോ മില്യന് മുകളിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അയാൾക്കൊരു സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനലിലും എനിക്ക് തോന്നുന്നു 2.5-3 ലക്ഷം പേരുണ്ട്. അയാളുടെ ഓരോ വീഡിയോയും ലക്ഷക്കണക്കിന് പേരാണ് കാണുന്നത്. ലക്ഷക്കണക്കിന് പേരെന്ന് പറയുമ്പോൾ നമ്മൾ എത്രയാണ് പറയുന്നത്? 1 ലക്ഷം പേരൊന്നും അല്ല കേട്ടോ. ചില വീഡിയോകൾ ഞാൻ നോക്കി, ഇൻസ്റ്റഗ്രാമിൽ പോലും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ചില വീഡിയോകൾ മില്യൺ അടിക്കുകയാണ്. ദശലക്ഷക്കണക്കിന് ആൾക്കാരുടെ അയാൾ ഒരു കോണ്ടന്റ് തന്നെ പല പ്ലാറ്റ്ഫോമുകളിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്താണ് ഇടുന്നത്. അല്ലെങ്കിൽ ഒരു കണ്ടന്റ് തന്നെ ആയിരിക്കും, അതായിരിക്കും പല പ്ലാറ്റ്ഫോമുകളിൽ ഷെയർ ചെയ്യുക. അങ്ങനെ നമ്മൾ ഒരു കണ്ടന്റിന്റെ കണക്കെടുക്കുമ്പോൾ എനിക്ക് 30-40 ലക്ഷം പേര് ഒരു കോണ്ടന്റ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഹുൽ ഈശ്വറിന്റെ ഒരു അഭിപ്രായം, ഒരു വാദം, ഒരു വീഡിയോ കാണുകയാണ്. ഇത് ചെറിയ പണിയല്ല സർക്കാരിന് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവചന സ്വഭാവത്തോടെ എന്ന് പറഞ്ഞിരുന്നു നമ്മൾ, എന്താണ്, 11-ാം തീയതി കഴിയുന്നത് വരെ രാഹുൽ ഈശ്വർ ജയിലിലായിരിക്കും. കാരണം സർക്കാരിന്റെ ആവശ്യമാണ്. സർക്കാരിന് നമുക്ക് വളരെ ലളിതമായി അറിയാവുന്ന കാര്യമാണ്. മേഘയ്ക്കും അറിയാം, അവിടെ കൺട്രോൾ റൂമിൽ ഇരിക്കുന്ന സുഹൃത്തുക്കൾക്കും, അല്ലെങ്കിൽ കെവിൻ അടക്കമുള്ള, രോഹിത് അടക്കമുള്ള നിങ്ങളുടെ സഹപ്രവർത്തകർക്കൊക്കെ അറിയാം, ഒരു ആളിനെ സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ പോലീസിന് ജയിലിൽ ഇടണമെന്ന് അവർ വിചാരിച്ചാൽ, അവർക്ക് തോന്നിയാൽ വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് രാഹുൽ ഈശ്വറിനോടും ഈ സർക്കാർ ചെയ്തത്. അനീതിയാണ് ചെയ്തത്. പകവീട്ടുകയായിരുന്നു സർക്കാർ രാഹുൽ ഈശ്വറിനോട്. അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വറിന് ഒരു സീറ്റ് കൊടുക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു മര്യാദയാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച്. പക്ഷെ അതിനപ്പുറത്ത് ഞാൻ പറയും, കോൺഗ്രസിന് രാഹുൽ ഈശ്വറിനെയാണ് വേണ്ടത്. രാഹുൽ ഈശ്വറിന് കോൺഗ്രസിനെ അല്ല വേണ്ടതെന്ന് ഞാൻ പറയും. ഇത്രയധികം സോഷ്യൽ മീഡിയ ഫോളോവേഴ്സ് ഉള്ള, അതിനപ്പുറത്തൊരു സെലിബ്രിറ്റി പരിവേഷമുള്ള, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞൊരു ഫിലോസഫർ ബുക്കൊക്കെ എഴുതിക്കൊണ്ട് നടക്കുന്ന വേറൊരു ലൈനാണ്. ഇപ്പോഴും അങ്ങനെയാണ് പുള്ളി എനിക്ക് തോന്നുന്നത് ഒരു 10-20 വർഷമായിട്ടും ഈ പ്രായമൊന്നും ആവാത്ത മനുഷ്യനാണ്. അന്നും രാഹുൽ അങ്ങനെ, ഇന്നും രാഹുൽ ഇങ്ങനെ. രാഹുൽ
NDTV-യിലും BBC-യിലും പോയിരുന്ന് ചർച്ച ചെയ്യുന്നത് പോലെ നേഷൻ ഫെസ്റ്റിലും ഈ ഏറ്റവും സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഒരു ഫേസ്ബുക്ക് ചാനൽ ഉണ്ടെങ്കിൽ അവിടെയും പോയിരുന്ന് സംസാരിക്കും. ഒരുപോലെയാണ്. BBC വലുതും ഇത് ചെറുതുമെന്ന് വിചാരിക്കുന്ന ഒരാളല്ല. രാഹുൽ ഈശ്വറിനെ പറ്റി വ്യക്തമായ, അല്ലെങ്കിൽ ആ മനുഷ്യനെ പഠിച്ചിട്ടുള്ളത് കൊണ്ടും ആ മനുഷ്യനെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വലിപ്പ ചെറുപ്പങ്ങളില്ലാത്ത മനുഷ്യനാണ്. ചില ആൾക്കാർ ഏഷ്യാനെറ്റിന്റെ മൈക്ക് കണ്ടല്ലേ സംസാരിക്കും. ഇപ്പൊ ഏഷ്യാനെറ്റിന്റെ മൈക്കിന് മുമ്പിൽ സംസാരിക്കുന്ന ഈ രാഷ്ട്രീയക്കാരെക്കാളോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ആക്ടിവിസ്റ്റുകളെക്കാളോ ഒക്കെ മുകളിൽ ഏത് ചാനലിലാണ്, ലോകത്തെ ഏതെല്ലാം ചാനലുകളിലാണ് രാഹുൽ ഈശ്വർ, ക്ഷമിക്കണം പേരുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്, രാഹുൽ ഈശ്വർ ഏതൊക്കെ ചാനലുകളിലാണ് സംസാരിച്ചിട്ടുള്ളത്? അപ്പൊ ഏത് പ്ലാറ്റ്ഫോമിലും അയാൾ നിർഭയം അയാളുടെ അഭിപ്രായങ്ങൾ വർഷങ്ങളായി, ഒരു പതിറ്റാണ്ടിലധികമായി അയാൾ ഈ ടെലിവിഷൻ ചർച്ചകളിലൊക്കെ സജീവമാണ്. അപ്പൊ ഇതെല്ലാം അയാളുടെ ശക്തിയാണ്. അയാൾ ഉണ്ടാക്കിയെടുത്ത, അയാളായി ഉണ്ടാക്കിയെടുത്ത, അയാളാകുന്ന ഒറ്റയാൾ ഉണ്ടാക്കിയെടുത്ത അയാളുടെ കരുത്തും കണിശതയും ഒക്കെയാണ്. അത് കോൺഗ്രസ് പാർട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റിയാൽ അത് കോൺഗ്രസ് പാർട്ടിക്ക് ഗുണം ചെയ്യും. അപ്പോൾ ഇടയ്ക്ക് ഈ ശബരിമല പ്രക്ഷോഭകാലത്തും അതിനു മുമ്പൊക്കെ ഈ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു ഈ ബ്രാഹ്മണ്യമൊക്കെ പേറിക്കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. അല്ലെങ്കിൽ ഒരു സവർണ ഫാസിസ്റ്റ് എന്നൊക്കെയാണല്ലോ പൊതുവെ നമ്മൾ ഈ സഖാക്കളുടെ ഭാഷയിൽ സവർണോ ഇതെല്ലാം കൂടെ ഒരച്ചിലാണല്ലോ പോവുക, ഒറ്റ അച്ചേ ഉള്ളൂ ഇതിനെല്ലാം. അപ്പൊ അതുകൊണ്ട് ഒരു സവർണ ഭാവമൊക്കെ ഉള്ളൊരു മനുഷ്യനായിട്ടാണ് രാഹുൽ ഈശ്വറിനെ ഇവരൊക്കെ അവതരിപ്പിക്കുന്നത്. പക്ഷെ സത്യത്തിൽ ഇതിന്റെ നേരെ വിപരീതമാണ് ഈ മനുഷ്യന്റെ ക്യാരക്ടർ. അത് ആ മനുഷ്യനുമായി അടുപ്പമുള്ളവർക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ അടുത്തിട്ടുള്ളവർക്ക് മനസ്സിലാകും. അത് അയാൾ തെരുവിൽ ഒരേ സമയം തെരുവിൽ അലഞ്ഞു നടക്കാനും അതേസമയം പഞ്ചായത്ത് ഹോട്ടലിൽ കിടന്നുറങ്ങാനും ഒരേ സമയം കഴിയുന്ന ഒരു മനുഷ്യനാണ്. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഏതെങ്കിലും വിവേചനങ്ങളോ ഇപ്പൊ ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ മറ്റെന്തെങ്കിലും പലരും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. തെറ്റിദ്ധരിക്കപ്പെട്ടൊരു ക്യാരക്ടറാണ് ഈ രാഹുൽ ഈശ്വർ. ശബരിമല പ്രക്ഷോഭകാലത്തൊക്കെ അതിനുശേഷം ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് രാഹുൽ ഈശ്വറിനെ കുറിച്ച് ഇട്ടപ്പോ കുറേയധികം സുഹൃത്തുക്കൾ ഇങ്ങനെ ചോദിച്ചു, ഇവനൊരു വലിയ കുഴപ്പമില്ലേ, ഇവൻ വർഗീയവാദിയല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ. അങ്ങനെയൊന്നും അല്ല അയാൾ അങ്ങനെയല്ലെന്ന് എത്രയോ എനിക്ക് തോന്നുന്നു ഇതിന്റെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ടുള്ള രാഹുൽ ഈശ്വറിന്റെ രാഷ്ട്രീയ നിലപാടുകൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും. അയാൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഒരു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം തന്നെയാണ്. നമ്മളെല്ലാം ഒന്നാണ് എന്നുള്ളൊരു ഫിലോസഫി അല്ലെങ്കിൽ ഒരു ഗാന്ധിയൻ മോഡലൊക്കെയാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ഇനി അദ്ദേഹം ഏത് സീറ്റിൽ മത്സരിക്കും എന്നുള്ളതായിരിക്കുമല്ലോ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാനുള്ള ആഗ്രഹം. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവര് ഏതൊക്കെ സീറ്റുകളിൽ രാഹുൽ വരാനാണ് സാധ്യത എന്നായിരിക്കുമല്ലോ കേൾക്കാൻ പ്രതീക്ഷിക്കുന്നത്. മേക്കയുടെ മനസ്സിലും ചിലപ്പോൾ ആ ചോദ്യമായിരിക്കും. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തെ പല മണ്ഡലങ്ങളിലും പോലും പ്ലേസ് ചെയ്യാവുന്ന ഒരു കാൻഡിഡേറ്റ് ആണ്. പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോ അങ്ങനെ ഏതെങ്കിലും സീറ്റിലേക്ക് രാഹുൽ ഈശ്വർ പോകില്ല എന്ന് കരുതുന്നു. ഇപ്പൊ വട്ടിയൂർക്കാവിലാവട്ടെ, വട്ടിയൂർക്കാവ് അറിയാമല്ലോ കോൺഗ്രസിന്റെ കുത്തക സീറ്റായിരുന്നു. VK പ്രശാന്താണ് അവിടെ കഴിഞ്ഞ 2 തവണയായി ഉപതെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അവിടെ വിജയിച്ച് നിൽക്കുന്നത്. വട്ടിയൂർക്കാവിൽ പോലും കോൺഗ്രസിന് ഫയറ്റാൻ പറ്റുന്നു. പക്ഷെ വട്ടിയൂർക്കാവിൽ അവിടെ K മുരളീധരൻ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം അവിടെ നിൽക്കുന്നു. ഇനി നേമത്താവട്ടെ രാജീവ് ചന്ദ്രശേഖറാണ് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് എന്ന് ഏതാണ്ട് ഉറപ്പിക്കാവുന്ന ഘട്ടത്തിൽ നേമത്ത് വേണമെങ്കിലും പരീക്ഷിക്കാം. പക്ഷെ വിജയ സാധ്യതയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ തിരുവനന്തപുരം സെൻട്രൽ അല്ലെങ്കിൽ മെയിൻ തിരുവനന്തപുരം മണ്ഡലത്തിൽ പരീക്ഷിക്കാവുന്ന സ്ഥാനാർത്ഥിയാണ്. കഴക്കൂട്ടത്ത് പരീക്ഷിക്കാവുന്ന സ്ഥാനാർത്ഥിയാണ്. പക്ഷെ അവിടെയെങ്കിലും അല്ല രാഹുൽ മാങ്കൂട്ടലിനെ ഇപ്പോ രാഹുൽ ഈശ്വറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവിടെയെങ്കിലും അല്ല നടക്കുന്നത്. അത് തിരുവല്ലയിൽ അല്ലെങ്കിൽ ചെങ്ങന്നൂരിൽ, അല്ലെങ്കിൽ തിരുവല്ല, ചെങ്ങന്നൂർ, കൊട്ടാരക്കര, അതായത് മധ്യ തിരുവിതാംകൂറിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ രാഹുൽ ഈശ്വർ വരും എന്നാണ് ഇപ്പോ കരുതപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്നു നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ രാഹുൽ ഈശ്വറിന് അങ്ങനെ ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിലേക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു താല്പര്യമില്ല. അതായത് നോൺ പൊളിറ്റിക്കൽ സ്പേസ് ആണ് താല്പര്യം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു യുദ്ധമാണിത്. ഈ യുദ്ധത്തിൽ രാഹുൽ ഈശ്വറിനെ പോലെ ഒരു ഒറേറ്ററെ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു സ്പോക്സ് പേഴ്സൺ, അങ്ങനെ ഒരു ഡിബേറ്റർ, അത് കോൺഗ്രസിന് വലിയ തോതിൽ ഗുണം ചെയ്യും. ഇപ്പൊ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞാൽ ഈ അങ്ങ് വലിച്ചു കീറി ഡിബേറ്റ്, എനിക്ക് തോന്നുന്നു ഈ അതിജീവിതയുടെ കേസിൽ മാത്രമാണ് രാഹുൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ച് ഞാൻ കണ്ടിട്ടുള്ളത്. ബാക്കി അദ്ദേഹം കുറച്ച് പൊതിഞ്ഞ് പറയുന്ന ആളാണ്. അതായത് കുറച്ച് പഞ്ചസാര ഒക്കെ കലക്കി എല്ലായിടത്തും ഒന്ന് തൊട്ട് തലോടിയേ പോകത്തുള്ളൂ, അങ്ങ് വേദനിപ്പിച്ച് കളയില്ല. അപ്പോ ആ രീതി വളരെ ഷാർപ്പായിട്ട് ഈ ഡിബേറ്റുകളിൽ പങ്കെടുക്കുന്ന ആൾക്കാരെയൊന്നും അങ്ങനെ വലിയ താല്പര്യവും ഇഷ്ടമൊന്നും ജനങ്ങൾക്കില്ല. വളരെ സൗമ്യമായി സംസാരിക്കുന്ന ആൾക്കാരെ ഇഷ്ടപ്പെടുന്നവരാണ് പൊതുവെ കേരളത്തിലെ മനുഷ്യർ. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പറയുമ്പോൾ അയാൾ ഏറ്റവും നല്ല ഡിബേറ്റർ ആണല്ലോ. പക്ഷെ അയാൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഡിബേറ്റിൽ ഇരുന്നിട്ട്, ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല, ഏതെങ്കിലും ഡിബേറ്റിൽ ഇരുന്നിട്ട് എതിരാളികൾക്കെതിരെ അല്ലെങ്കിൽ എതിരാളിക്കെതിരെ നമ്മളുടെ ഒരു ഈ ഫേഷ്യൽ എക്സ്പ്രഷൻ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ ശരീരഭാഷ കൊണ്ടോ ഒന്നും
അങ്ങനെ ഞാൻ ഇപ്പൊ നിന്നെ തീർത്ത് കളയെന്ന് പറയുന്ന ലൈനല്ലല്ലോ. അദ്ദേഹം വളരെ കൃത്യമായി അടുക്കും ചിട്ടയുടെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു ഡിബേറ്ററാണ്. അപ്പൊ രാഹുൽ ഈശ്വറിന്റെ ഒരു സ്റ്റൈലും അങ്ങനെ തന്നെയാണ്. കൃത്യമായി 2 സെക്കൻഡ് കേട്ടോ, 1 മിനിറ്റ്, 3 പോയിന്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണോ രാഹുൽ ഈശ്വറിന്റെ ഒരു കൃത്യമായി അടുക്കോടും ചിട്ടയോടും കൂടി കാര്യങ്ങൾ പറയുന്ന ഒരാൾ പച്ചതിരുവിതാംകൂറിൽ പറയപ്പെടുന്ന ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ വന്നാൽ മേഘ, എനിക്ക് തോന്നുന്നത് അത് കോൺഗ്രസിന് പൊതുവെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ഗുണം ചെയ്യും എന്ന് മാത്രമല്ല, കൊട്ടാരക്കര KN ബാലഗോപാലിനെതിരെ ആയിരിക്കും മത്സരിക്കേണ്ടി വരിക. കൊട്ടാരക്കര ആയാൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു അട്ടിമറി സാധ്യത, ജയസാധ്യത ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. തിരുവല്ലയിലാകട്ടെ ചെങ്ങന്നൂരിലാകട്ടെ രാഹുൽ ഈശ്വറിന് ജയസാധ്യത ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇനിയിപ്പോ ചിലരൊക്കെ പറയുന്നുണ്ട് വീണ ജോർജിനെ വീഴ്ത്താൻ, വീണ ജോർജിന് വീണ്ടും ഒരു ടൈമോടെ കൊടുക്കുമെന്ന് പറയുമ്പോൾ ആറന്മുളയിലേക്ക് ഇതാ ചെറുക്കൻ വരുന്നു, ചെറുക്കനെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. എവിടെയും പോയിട്ട് ഒരു ഈ രാഹുൽ ഈശ്വറിനെ കാണുന്ന പോലെ, അയാൾ ഒരു ബോളിവുഡ് നടനെ പോലെയൊക്കെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ. പക്ഷെ അയാൾക്ക് അങ്ങനെയല്ല അയാളുടെ ഒരു രീതി. അയാൾ ആൾക്കാരുമായി ഇടപെടുന്ന വേറൊരു രീതിയിലാണ്. ഒരിക്കലും ഇപ്പോ ശശി തരൂർ വരുന്നത് പോലെയോ അല്ലെങ്കിൽ അങ്ങനെ വേറെന്തെങ്കിലും ഒരു വലിയ ആള് വരുന്ന പോലെ ഒന്നുമല്ല. ഏറ്റവും സാധാരണക്കാരനായിട്ട് ഒരു മുണ്ട് കൊടുത്തോണ്ട് ഇറങ്ങി നടക്കാൻ പറ്റുന്ന ചെറുപ്പക്കാരനാണ് രാഹുൽ ഈശ്വർ. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ എടുക്കാൻ പോകുന്ന ഏറ്റവും ബുദ്ധിപരമായ തീരുമാനം, എടുക്കേണ്ട ഏറ്റവും ബുദ്ധിപരമായ തീരുമാനം രാഹുൽ ഈശ്വറിനെ മത്സരിപ്പിക്കുക, എന്ത് പറഞ്ഞും അദ്ദേഹത്തെ കോൺഗ്രസിന്റെ ചേരിക്കൊപ്പം കൂട്ടുക എന്നുള്ളതാണ് എന്നാണ് തോന്നുന്നത്. അതെ, കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഈശ്വറുമായി സംസാരിച്ചിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം മത്സരിക്കാനുള്ള സന്നദ്ധതയൊക്കെ അറിയിക്കുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും ഞാൻ മത്സരിക്കാമെന്നാരും പറയുന്നില്ലല്ലോ മേഘ. ഇപ്പൊ മേഘയോട് ചോദിച്ചാലും എന്നോട് ചോദിച്ചാലും 1-2 പ്രശ്നങ്ങളുണ്ട്, പക്ഷേ നമുക്ക് എന്നൊക്കെയാണല്ലോ പറയുക. പൊതുവെ ഇപ്പൊ നേരിട്ടുള്ള പൊളിറ്റീഷ്യൻ അല്ലല്ലോ, ചിലപ്പോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമല്ല. പക്ഷേ ജോൺ ബ്രിട്ടാസിന്റെ ഒരു സ്പേസ്, അല്ലെങ്കിൽ ശശി തരൂരിന്റെ സ്പേസ്, സുരേഷ് ഗോപിയുടെ സ്പേസ്, അതൊക്കെ പോലെ ഒരു നോൺ പൊളിറ്റിക്കൽ സ്പേസ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മേഘ ഈ ഈ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി നടക്കാനുള്ള ഒരു മനസ്സൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. ഇപ്പൊ മെൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നമ്മളൊക്കെ സാധാരണഗതിയിൽ ഈ ചിന്തിച്ചു പോകുന്ന ആൾക്കാർക്കൊന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങളില്ലേ ചെയ്യാൻ. അപ്പൊ അതിനിടയ്ക്ക് എങ്കിൽ പിന്നെ മെൻസ് കമ്മീഷൻ ഉണ്ടാക്കാന്ന് പറഞ്ഞ കുറെ പ്രമേയങ്ങളും കുറെ ലോകത്തുള്ള സകലമാന കാര്യങ്ങളും എഴുതി തുണ്ട് പോയിന്റുകളാക്കി പഠിച്ച് അതിന്റെ പ്രപ്പോസൽ ഉണ്ടാക്കി ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് നടക്കുക. അപ്പൊ അങ്ങനെയൊക്കെ അദ്ദേഹം വേറൊരു തരത്തിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ അതിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കാനുള്ള, നമ്മുടെ രാജൻ ജോസഫിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സൈക്കിൾ എടുത്തുകൊണ്ട് ഇറങ്ങാനുള്ളൊരു മാനസികാവസ്ഥയുള്ള, അതിന്റെ പിന്നാലെ കൂടാൻ, സൈക്കിൾ എടുത്തുകൊണ്ട് അതിന്റെ പിന്നാലെ കൂടാനുള്ള ഒരു മാനസികാവസ്ഥയുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഈ രാഹുൽ ഈശ്വർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ കോൺഗ്രസ് കൃത്യമായിട്ടും ജയസാധ്യതയുള്ള ഒരു സീറ്റിൽ, ജയസാധ്യത എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കേണ്ട ഒരു സീറ്റിൽ, ജയസാധ്യതയുള്ള സീറ്റിൽ രാഹുൽ ഈശ്വറിനെ നിർത്തണമെന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. കാരണം അങ്ങനെയല്ല വേണ്ടത്. ഒരു സീറ്റ് പിടിച്ചെടുക്കാനാണ് LDF ജയിച്ചു വരുന്ന, അല്ലെങ്കിൽ CPMO CPO ജയിച്ചു വരുന്ന ഒരു കുത്തക സീറ്റിൽ, അല്ലെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ജയിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്ന ഒരു സീറ്റിലാണ് രാഹുൽ ഈശ്വറിനെ കൊണ്ട് പ്ലേസ് ചെയ്യേണ്ടത്. അവിടെ കൃത്യമായിട്ടൊരു ഫൈറ്റ് കാഴ്ചവെക്കാനും അവിടെ ഒരു ഓളം ഉണ്ടാക്കി ഒരു 99% അങ്ങനെ ഒരു മണ്ഡലം പിടിച്ചെടുക്കാനുള്ള കാലിബർ ഉള്ള ഒരു നേതാവും, അങ്ങനെ ജനങ്ങൾക്കിടയിൽ ആ നിലയ്ക്ക് ഇടപഴകാൻ കഴിയുന്ന, ആ നിലയ്ക്ക് ആശയവിനിമയം നടത്താൻ ഒരു ശേഷിയുള്ള ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരനാണ് രാഹുൽ ഈശ്വർ എന്നാണ് ഞാൻ കരുതുന്നത് മേഘ. അതെ, അപ്പോൾ വരും ദിവസങ്ങളിൽ രാഹുൽ ഈശ്വർ മത്സരിക്കുമോ എന്നതിൽ സ്ഥിരീകരണം ഉണ്ടാകും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. ഓക്കെ.